പ്രണയ സാഫല്യം. രചന ആസിയ പൊന്നൂസ്. അവതരണം സാലിം കരുളായി. ധ്രുവൻ വാതിൽക്കലേക്ക് നോക്കി. മീരയും കൂട്ടി കൃതി പുറത്തേക്ക് കടന്നൊന്ന് ഉറപ്പുവരുത്തി. എന്നിട്ട് നീരജയെ നോക്കി ചിരിച്ചു. അത് ആൻറ്റിക്ക് അറിയില്ലേ, ഞാനവളുടെ മുറച്ചെറുക്കൻ കൊണ്ടുപോകുന്നത് അവളുടെ അച്ഛൻ മഹാദേവൻ്റെ അടുത്തേക്ക്, അതായത് എൻ്റെ അമ്മാവൻ്റെ അടുത്തേക്ക്. തൽക്കാലം അവളെ കൊണ്ടുപോകാൻ ഇത്രയൊക്കെ യോഗ്യത മതിയാവില്ലേ? അവൻ പതിഞ്ഞ സ്വരത്തിൽ തിരക്കി. നീരജക്കത് കേട്ടപ്പോൾ ദേഷ്യം വന്നെങ്കിലും ബാക്കി 3 പേർക്കും അതൊരു ഞെട്ടിലായിരുന്നു. മഹാദേവൻ, ആ പേര് നരേന്ദ്രൻ ഒരിക്കൽ കൂടി ഉച്ചരിച്ചു. എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചാണ് ഇന്ന് ഞാൻ അവളെ കൊണ്ടുപോകുന്നത്. അവൾ അവളായി തന്നെ ജീവിക്കട്ടെ. താങ്ങാൻ ഇനി അവൾക്കൊരാൾ വേണമെങ്കിൽ അതിനവൾക്കൊരു അച്ഛനുണ്ട്, ധ്രുവൻ പറഞ്ഞു. നീരജയ്ക്ക് ദേഷ്യവും സങ്കടമൊക്കെ തോന്നി. ഞാൻ അവളുടെ അമ്മയാണ്, വാശിയോടെ അവർ പറഞ്ഞു. ആണോ? അവൻ ചോദിച്ചു. എനിക്കങ്ങനെ തോന്നിയില്ല. അങ്ങനെ തന്നെയായിരുന്നു എന്ന് ഒന്നുകൂടി ആലോചിച്ച് നോക്ക്. അതും പറഞ്ഞ് ധ്രുവൻ തിരിഞ്ഞു നടന്നു. പിന്നെ എല്ലാം ഇവളും കൊണ്ട് അവസാനിക്കണം. മീര മഹാദേവന് ഇനി വേറൊരു അവകാശികളില്ല. അവളെ തേടി വരുന്നവർക്ക് മുന്നിൽ ഞങ്ങളുടെ ഗേറ്റ് തുറക്കപ്പെടുകയില്ല. അതും പറഞ്ഞ് ധ്രുവൻ അവിടെ നിന്ന് ഇറങ്ങി. നരേട്ട, അവർ തടയി കൊടുക്കൽ എൻ്റെ മോളെ. ആ ചതിയെ വിട്ട് കൊടുക്കരുത്. വാ, നമുക്ക് തടയാവരെ. നരേന്ദ്രന്റെ നെഞ്ചിൽ തല്ലി നീരജ അലമുറയിട്ടു. ഹരിയെ ഓർമ്മ വന്ന നരേന്ദ്രൻ പൊള്ളിപ്പൊടിഞ്ഞ് നീരജയ്ക്കൊപ്പം പുറത്തേക്ക് ഓടി. പക്ഷെ അപ്പോഴേക്കും ആ കാറുമായി ധ്രുവൻ പറഞ്ഞിരുന്നു. അവർ പോയത് മുതൽ ശ്രീ ആശങ്കയിലായിരുന്നു. മീര കോരിയിട്ട കനലുകൾ ഇപ്പോഴും മാളി കത്തുകയാണ് മനസ്സിൽ. കാരണം അറിയാത്തൊരാണല്ലേ. മീരയിൽ നിന്നും വീണ കിട്ടിയ രാജസാറിന്റെ പേര് അവൻ അസ്വസ്ഥനാക്കി. മുൻപൊരിക്കൽ മീരയെ അന്വേഷിച്ച രാജന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു. നിലയോടൊരു പരിചിതഭാവം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നില്ല എന്നവൻ ഓർത്തെടുത്തു. അതിന് നിലയെന്തോ ന്യായവും ഒന്ന് പറഞ്ഞിരുന്നു. മുറിയിലിരുന്ന് ഓരോന്ന് ആലോചിക്കുമ്പോൾ അവൻ്റെ ചിന്തകൾ കാടുകയറി. നിളയാണ് കത്തുകൾ എഴുതുന്നതെന്ന് അവൾ നേരിട്ട് പറയുമ്പോഴും വിശ്വസിച്ചിരുന്നില്ല. തനിക്കായി എഴുതി തനിക്ക് കിട്ടാതെ പോയ ചില എഴുത്തുകളും ആദ്യമൊക്കെ തന്നോടുള്ള പ്രണയം തുറന്നു പറഞ്ഞ് എഴുതി വെച്ച് തരാൻ മടിച്ച പ്രണയലേഖനങ്ങളും തനിക്ക് വേണ്ടി മാത്രം എഴുതിയ ഡയറിയും നേരിട്ട് അവളുടെ മുറിയിൽ തന്നെ തെളിവായി എടുത്തു തന്നു. അതേ കൈപ്പട, അതേ ശൈലി. വിശ്വസിക്കാതിരിക്കാൻ മാത്രം ഒന്നും തോന്നിയില്ലെന്ന്. അതൊരു അബദ്ധമായി പോയോ എന്നൊരു സംശയം ആദ്യമായി തോന്നി തുടങ്ങി. കാരണം മീരക്കൊപ്പം ഈ വീട്ടിൽ വരുന്ന തന്നോട് ചെറുപ്പം മുതൽ നിളക്കും അച്ഛനും അരിശമായിരുന്നു. നേരെ ചൊവ്വ സംസാരിക്കാറുമില്ല. സംസാരിക്കുന്നതൊന്നും നല്ലതിനാവില്ല. ഒരിക്കൽ ഇറക്കി വിട്ടിട്ടുണ്ട് ഈ വീട്ടിൽ നിന്ന്. പിന്നീട് അങ്ങോട്ട് പോക്ക് നിർത്തി. അതൊക്കെ കൊണ്ട് തന്നെയാണ് ആദ്യം വിശ്വസിക്കാൻ മടിച്ചതും. പിന്നെ തോന്നി അതൊക്കെ എന്നെ കളിപ്പിക്കാനുള്ള കുസൃതിയായിരിക്കുമെന്ന്. അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും അകറ്റാൻ കഴിയാത്ത വിധം പ്രണയിച്ചു പോയിരുന്നു ആ അജ്ഞാതയെ. ഏത് വേദിനെയും കണ്ടു കിട്ടണമെന്നേ ആഗ്രഹിച്ചുള്ളൂ. കിട്ടിയപ്പോൾ കൂടുതൽ അന്വേഷണങ്ങൾക്കും പോയില്ല. ഇന്നതൊരു തെറ്റായി പോയോ എന്നൊരു ആദി ഉള്ളിൽ കയറി കൂടി. അവിശ്വസിക്കാൻ തോന്നുന്നില്ല. എങ്കിലും ഒന്നുകൂടി ഉറപ്പുവരുത്താതെ സമാധാനമില്ലെന്നായി കൊടുക്കും. നിളമുറിയിലേക്ക് വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അവളുടെ ഒരു ബുക്കിനായി അവൻ ആ മുറിയിൽ തിരച്ചിൽ തുടങ്ങി. ടേബിളും ഷെൽഫുമൊക്കെ പരിശോധിച്ചു. വിവാഹം പ്രമാണിച്ച് മുറി മോടി പിടിപ്പിച്ചപ്പോൾ മുറിയിലുള്ള എല്ലാ സാധനങ്ങളുടെ കൂട്ടത്തിൽ അവളുടെ പുസ്തകങ്ങളും അവിടുന്ന് സ്ഥാനം ഒഴിഞ്ഞു. അവൾക്ക് പിന്നെ പഠിപ്പിലൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ട് കോളേജിലോട്ട് പോയതുമില്ല, ബുക്സ് തിരികെ കൊണ്ടുവച്ചതുമില്ല. അവിടെ പുസ്തകങ്ങളൊന്നുമില്ലെന്ന് മനസ്സിലായപ്പോൾ സ്ത്രീക്ക് നിരാശ തോന്നി. ഇനി എന്ത് എന്ന ചോദ്യം അവൻ അലട്ടിക്കൊണ്ടേയിരുന്നു. വിശ്വ, മനുഷ്യന് ഇത്രയൊക്കെ ക്രൂരത കാണിക്കാൻ കഴിയുമോ? അവർ പോയ പിന്നാലെ വിശ്വനെയും കൂടി രാജ് സ്വന്തം വീട്ടിലേക്ക് പോയി. രാജിന്റെ ക്ഷണം നിരസിക്കാൻ വിശ്വനും തോന്നിയില്ല. ഒരു തുറന്നു പറച്ചിൽ അത്യാവശ്യമാണെന്ന് വിശ്വന് തോന്നി തുടങ്ങിയിരുന്നു. മീര അനുഭവിച്ചതൊക്കെ എനിക്ക് ഓർക്കാനേ വയ്യ. എൻ്റെ കൃതിക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ. അയാൾ നെഞ്ചു തടഞ്ഞു. ഇനി എന്താ പ്ലാന്? വിശ്വൻ ചോദിച്ചു. ഇനി ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് വാങ്ങിയെടുക്കണം. ഈ സാഹചര്യത്തിൽ അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ മീരയ്ക്ക് സ്വസ്ഥമായി കഴിയാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. മീര PG കംപ്ലീറ്റ് ചെയ്തതാ. നല്ലൊരു കമ്പനിയിൽ ജോലി ശരിയാക്കി കൊടുക്കണം എന്നുണ്ട്. ഒക്കെ നടക്കും, രാജ് സ്വയം പറഞ്ഞു. രാജ്, മീരയെ ഞങ്ങൾക്കൊപ്പം അയക്കാമോ? ഞങ്ങൾ നോക്കിക്കോളാം അവളെ. വിശ്വന്റെ ചോദ്യത്തിൽ രാജ് സംശയിക്കാതിരുന്നില്ല. സംശയത്തോടെ തന്നെയാണ് രാജ് അയാളെ നോക്കിയത്. ആ സംശയം രാജിന് തുടക്കം മുതലേ ഉണ്ടായിരുന്നു. വെറുമൊരു മാനസിക പരിഗണനയോ സഹതാപമായി അയാൾക്കത് കാണാൻ കഴിയുന്നില്ല. ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യേണ്ടവളല്ല അവള്. MM ബിൽഡേഴ്സിന്റെ അനന്തരാവകാശിക്ക് ആ ഗതികേടുണ്ടാവാൻ പാടില്ല. പറഞ്ഞത് മനസ്സിലാവാതെ രാജി വിശ്വനെ സൂക്ഷിച്ചു നോക്കി. അതേടോ, അവള് ഞങ്ങളുടെ കുട്ടിയാടോ, എൻ്റെ മഹിയുടെ മോള്. വിശ്വന്റെ വെളിപ്പെടുത്തൽ രാജനെ ഞെട്ടിച്ച് കളഞ്ഞു. രാജിന്റെ ഭാര്യ രണിമയും കേൾക്കുന്നുണ്ടായിരുന്നത്. രാജിന് അത്ഭുതം തോന്നി. വർഷങ്ങളായുള്ള ബന്ധമാണ് മഹിയുമായി. തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് തന്നെ പറയാം.
എന്നിട്ടും അവനൊരു കുഞ്ഞുണ്ടെന്ന് താൻ അറിയാതെ പോയി. മീരയാണ് ആ മകളെന്ന് അയാൾ കൂടുതൽ ഞെട്ടിച്ചത്. മുൻപൊരു പ്രണയമുണ്ടായെന്നും അത് നഷ്ടപ്പെടുത്തിയ കാരണം ലക്ഷ്മിയുമായി ചേർച്ചയിലല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം പുതിയ അറിവായിരുന്നു. ഇതെന്തുകൊണ്ട് മഹി മറച്ചു വെച്ചു എന്നയാൾ ചിന്തിച്ചു. എല്ലാത്തിലും ഉപരി ഇത്രയൊക്കെ ഉണ്ടായിട്ടും മഹി മകളെ തേടി വന്നില്ല എന്നത് അയാൾക്ക് ആശ്ചര്യമായിരുന്നു. രാജിൻ്റെ ചിന്തകൾ കാടുകയറി. രാജിൻ്റെ സംശയഭാവം കണ്ടിട്ടാവണം വിഷനെല്ലാം അയാളോട് തുറന്നു പറഞ്ഞു. കേട്ടതൊന്നും രാജിനെ വിശ്വസിക്കാനായില്ല. ഒരു മകളുണ്ടെന്ന് അറിയാതെ യാതൊരു അർത്ഥവുമില്ലാത്തൊരു ജീവിതം ജീവിച്ചു തീർക്കുന്ന സുഹൃത്തിനെയോർത്ത് രാജിന് വേദന തോന്നി. വിഷനോടും ഭാര്യയോടും വരലക്ഷ്മിയോടും രാജിന് ദേഷ്യവും തോന്നിപ്പോയി. എങ്ങനെ കഴിഞ്ഞിടോ നിങ്ങൾക്കൊക്കെ? രാജിൻ്റെ സ്വരം മുറുകി. നീരജയെ ഓർത്തല്ല നേരം രാജിൻ്റെ ചോര തിളച്ചത്. മഹിയെ ഓർത്തായിരുന്നു, അതിലുപരി മീരയെ ഓർത്തായിരുന്നു. നീരജയെ നഷ്ടമായെങ്കിലും മകളെയെങ്കിലും മഹി അറിയിച്ചിരുന്നു. എപ്പോഴെങ്കിലും അത് തുറന്നു പറയാമായിരുന്നു. അവൻ്റെ മനസ്സുമടുത്ത ജീവിതത്തിന് അതൊരു ആശ്വാസമാകുമായിരുന്നു. ഇപ്പോഴും പറയാതെ മൂടി വച്ചതിനാണ് അയാൾക്ക് അരിശം കൂടിയത്. അറിയിക്കണമെന്നുണ്ടടോ, പക്ഷെ അതിനുശേഷം എന്തുണ്ടാവും, ലച്ചു എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല രാജ്. മഹിക്ക് വേണ്ടി എന്ത് ചെയ്യാനും അവൾക്ക് മടിയില്ല. ലച്ചു കാരണം മീരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് സഹിക്കാൻ പറ്റുമോ നമുക്ക്? ദയനീയമായി വിഷം തിരക്കി. പിന്നെ മഹിയോട് പറയാനുള്ള ധൈര്യവും ഞങ്ങൾക്കില്ല. ഞാൻ എന്താ അവനോട് പറയുക? ഞങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവൻ്റെ ജീവിതം ഞങ്ങൾ നശിപ്പിച്ചെന്നോ? അവൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നു വന്ന നീരജയെ ചതിച്ചെന്നോ? സഹോദരിക്ക് വേണ്ടി സ്വന്തം ജീവിതം ഇല്ലാണ്ടാക്കിയ അവനോട് ഈ ചതിയുടെ കഥ ഞങ്ങൾ എങ്ങനെ പറയും രാജ്? വിഷം തീർത്തും നിസ്സഹനായിരുന്നു. സത്യങ്ങളെല്ലാവരെയും അറിയിക്കണമെന്നുണ്ട്, എന്നാൽ അതിനൊന്നും കഴിയുന്നില്ല താനും. ഒക്കെ കേട്ടപ്പോൾ രാജിന് പുച്ഛമാണ് തോന്നിയത്. പിന്നെ എങ്ങനെയാ മീരയെ താൻ വീട്ടിലേക്ക് കൊണ്ടുപോകുക? ആരാണെന്ന് പറയും എല്ലാവരോടും? രാജി ചോദിച്ചു. ആ ചോദ്യത്തിന് വിഷന്റെ പക്കൽ ഉത്തരമുണ്ടായിരുന്നില്ല. തനിക്കും മധുവിനും വേണ്ടി മഹി ചെയ്ത ത്യാഗത്തിന് കുറച്ചെങ്കിലും നന്ദിയുണ്ടെങ്കിൽ മഹിയോടെല്ലാം തുറന്നു പറയേ. അത്രയെങ്കിലും കരുണ ആ അച്ഛനോടും മകളോടും നിങ്ങൾ കാണിക്ക്. മീര ഏതവസ്ഥയിലാണെന്ന് താൻ കണ്ടല്ലോ. ആരൊക്കെ ഉണ്ടായാലും അച്ഛനോളം വരില്ലാരും. രാജി കടുപ്പിച്ച് പറഞ്ഞു. വിഷൻ ധർമ്മസങ്കടത്തിലായി. ഇനിയും താനത് മറച്ചു വെച്ചാ താനൊരു മനുഷ്യനല്ല വിഷ, അയാൾ പറഞ്ഞു. വിഷന്റെ നെഞ്ചി പിടഞ്ഞു. തൻ്റെ പെങ്ങൾ കാരണം അവൻ ഒരുപാട് അനുഭവിച്ചു. ഇനിയും എല്ലാം മൂടി വെച്ചാ മഹിയെ എല്ലാം അറിയിക്കുന്നത് ഞാനായിരിക്കും. അന്ന് മഹി എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. മറ്റൊരാൾ പറഞ്ഞറിയുന്നതിനേക്കാൾ സ്വയം തെറ്റ് ഏറ്റു പറയുന്നതാണ് നല്ലത്, രാജു ഉപദേശിച്ചു. വിശ്വ, തെറ്റുപറ്റാത്ത മനുഷ്യരില്ല, പക്ഷേ അത് തിരുത്തുന്നവനാണ് വലിയവന്. എൻ്റെ മകൻ നാളെ തൻ്റെ കുടുംബത്തിലേക്ക് അംഗമാകുമ്പോൾ ആരുടെയും ശാപത്തിൻ്റെ ഭാരം തൻ്റെ കുടുംബത്തിന് മേൽ ഉണ്ടാവാൻ പാടില്ല. രാജു സാവധാനം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. മീര എന്തായാലും ഇവിടെ നിൽക്കട്ടെ, ഒരു തീരുമാനമാവട്ടെ ആദ്യം. അല്ലെങ്കിലും കൃതി അവളെ എങ്ങോട്ടും വിടില്ല. ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് നടത്തണം. അപ്പോഴേക്കും താൻ മീരയ്ക്ക് അവളുടെ അച്ഛനെ തിരികെ കൊടുത്തേക്കണം. അതുവരെ മഹിയുടെ മോള് ഇവിടെ സുരക്ഷിതയായിരിക്കും. രാജൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. വിഷൻ പറയാൻ തന്നെ തീരുമാനിച്ചു. എൻഗേജ്മെൻ്റ് അടുത്ത് വരുമല്ലേ, 2 ദിവസം കഴിഞ്ഞ് അവനിങ്ങ് വരും. താനൊന്ന് ഉഷാറാവ്, രാജവിഷൻ്റെ തോളിൽ തട്ടി പറഞ്ഞു. വിഷ്ണു ചിരിക്കാൻ ശ്രമിച്ചു. സത്യം പറഞ്ഞാൽ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യം അപ്പോഴാണ് വിഷ്ണു ഓർത്തത്. ഈ പ്രശ്നങ്ങൾക്കിടയിൽ അക്കാര്യം മറന്നിരുന്നു. അപ്പോഴേക്കും പുറത്ത് ധ്രുവൻ്റെ കാറ് വന്നു നിന്നു. ധ്രുവനും കൃതിയും പുറത്തേക്ക് ഇറങ്ങി, പിന്നാലെ മീരയും. മീരയ്ക്ക് ആകെ ഒരു വല്ലായ്മ തോന്നി. എത്ര സുഹൃത്ത് ബന്ധമായാലും ഒരു പരിധിക്കപ്പുറം ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന് അവൾക്കുണ്ട്. പക്ഷേ അവളുടെ ഈ അവസ്ഥയിൽ മറ്റൊരു വഴിയും അവൾക്ക് മുന്നിലില്ല. ഓരോന്ന് ഓർക്കുമ്പോൾ ആകെ ഒരു വീർപ്പുമുട്ടൽ. നീ വരുന്നില്ലേ? ഡോറിനടുത്ത് നിന്നും കൃതി ചോദിക്കുന്നത് കേട്ടാണ് അവൾ ചിന്തകൾ വിട്ടുണർന്നത്. അവളും ധ്രുവനും മീരയെ നോക്കിയാണ് നിൽപ്പ്. അത് കണ്ട് അവൾ അവർക്ക് പിന്നാലെ ചെന്നു. കൃതി നേരെ പോയി അമ്മക്കരികിലിരുന്നു. മീര എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ അവിടെ നിന്ന്. ധ്രുവനും അവളുടെ അടുത്ത് തന്നെ വന്നു നിന്നു. കൃതി മീരയുടെ നിൽപ്പ് കണ്ട് അവളെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. എന്തോ പറയാൻ തയ്യാറായി നിൽപ്പാണ്. മോളെന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വാ, രാജ സ്നേഹത്തോടെ അവളെ വിളിച്ചു. എന്നിട്ടും അവൾ അവിടെ തന്നെ നിന്നു. എന്താ മോളെ, എന്ത് പറ്റി? അവളുടെ നിൽപ്പ് കണ്ട് രാജ തിരക്കി. അങ്കിളിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാമോ? എന്ത് ജോലിയായാലും ഞാൻ ചെയ്തോളാം. എനിക്ക് സഹായം ചോദിക്കാൻ വേറെ ആരുമില്ല. അവൾ ബുദ്ധിമുട്ടിയാണ് അത് പറഞ്ഞത്. ധ്രുവൻ അലീവോട് അവളെ നോക്കി. വിഷുവിൻ്റെ നെഞ്ചിൽ ഒരു ഭാരം വന്നടിയുന്നത് അയാൾ അറിഞ്ഞു. മോളെ തൽക്കാലം ജോലിക്കൊന്നും വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ആദ്യം മോളിപോക്കൊന്ന് കരിയട്ടെ, അതിനുശേഷം മീരമോളുടെ അച്ഛൻ്റെ കയ്യിൽ ഭദ്രമായി കൊണ്ട് ഏൽപ്പിക്കും ഞങ്ങൾ, പോരെ? രാജപുഞ്ചിരിയോടെ പറഞ്ഞു.
ധ്രുവൻ നോക്കിയത് വിഷനെയാണ്. വിഷൻ മീരയെ നോക്കിയിരിപ്പാണ്. വേണ്ട, ജനിക്കും മുമ്പ് ഉപേക്ഷിച്ച് പോയ അച്ഛൻ്റെ ഒരു സൗജന്യം എനിക്ക് വേണ്ട അങ്കിള്. ആർക്കും ഒരു ബാധ്യതയാവരുത് എന്ന ഇപ്പം എൻ്റെ പ്രാർത്ഥന. അങ്ങളുടെ സാധിക്കുമെങ്കിൽ ഒരു ജോലി കണ്ടെത്താൻ എന്നെ സഹായിക്കുമോ? അവളുടെ സ്വരത്തിൽ ദൈന്യത നിറഞ്ഞു. അവളുടെ ഒരു ജോലി? നീ ഇങ്ങോട്ട് വന്നേ. അത് പറഞ്ഞ് കൃതി വന്ന് അവളെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. നിനക്ക് എന്താടി, എന്തിനാ അപ്പോൾ അത്യാവശ്യമായിട്ടൊരു ജോലി? മുറിയിൽ കൊണ്ടിരുത്തി കൃതി ചോദിച്ചു. വേണം, അത് അത്യാവശ്യമാണ്. നീ എന്നെ തടയരുത് കൃതി. അത്രമാത്രമേ മീര പറഞ്ഞുള്ളൂ. കൃതി പിന്നെയും എന്തൊക്കെയോ ചോദിച്ചെങ്കിലും മറുപടി ഒന്നും ഉണ്ടായില്ല. അച്ഛൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അവൾ പോയ നമുക്കെന്താ, എവിടെയെങ്കിലും പോയി തോലയട്ടെ. നരേന്ദ്രന്റെ ടെൻഷൻ കണ്ട് നിള പറഞ്ഞു. നീരജ് അവർ പോയ നേരം മുതൽ മുറ്റത്ത് തന്നെയാണ്, ശ്രീമുറിയിലും. അച്ഛനും മകളും ഹാളിലിരിപ്പാണ്. അങ്ങനെ അങ്ങ് പോട്ടേന്ന് വെക്കാൻ പറ്റില്ല മോളെ. ആരെയും നിനക്ക് അറിയില്ല, അവനെ പേടിച്ചേ പറ്റൂ, നരേന്ദ്രൻ പറഞ്ഞു. അതിന് അയാളിപ്പോൾ റിമാൻഡിലല്ലേ, പിന്നെന്താ? അവൾ നിസ്സാരമായി ചോദിച്ചു. കാലാകാലവും റിമാൻഡിലൊന്നും കഴിയേണ്ടി വരില്ലല്ലോ. റിമാൻഡ് കാലാവധി കഴിഞ്ഞ് കോടതി അവന് ജാമ്യം അനുവദിച്ചാൽ അവനിങ്ങ് വരും. മീരെ എവിടെ എടുത്ത് കൊടുക്കും ഞാൻ? അവളെ കിട്ടിയില്ലെങ്കിൽ അവൻ എന്തൊക്കെ വിളിച്ചു പറയുന്നത് ദൈവത്തിനറിയാം, അയാൾ ആദിയോടെ പറഞ്ഞു. ഇതൊന്നും പോരാഞ്ഞിട്ട് മീര ആ ചെക്കൻ അവളുടെ തന്തയുടെ അടുത്തേക്കല്ല കെട്ടിയെടുത്തത്. അവൾ അവനോടെല്ലാം പറഞ്ഞ അവൻ അടങ്ങിയിരിക്കുന്ന എനിക്ക് തോന്നില്ല. തന്തയും മോളും കൂടി വന്ന് എല്ലാം വിളിച്ച് പറഞ്ഞ നീരജ് അത് വിശ്വസിക്കലെന്ന് ആര് കണ്ടു? ചിലപ്പോൾ എന്നെ തള്ളിക്കളഞ്ഞ് അവർക്കൊപ്പം പോയെന്നും വരും. ഓരോന്ന് ആലോചിക്കുമ്പോൾ വട്ടി പിടിക്കുവാണ്. നരേന്ദ്രൻ മുടിയിൽ പിടിച്ച് വലിച്ചു. അച്ഛനൊന്ന് സമാധാനിക്ക്, ഇതിനൊന്നും ആരുടെ കയ്യിൽ തെളിവില്ലല്ലോ, പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? നിള ചോദിച്ചു. നരേന്ദ്രൻ ഒന്നും മിണ്ടിയില്ല. ഓരോന്നോർത്ത് മുറിയിലിരുന്ന് സമാധാനം നഷ്ടപ്പെട്ടപ്പോൾ രാജനെ കാണാൻ മുറിയിൽ നിന്നും ഇറങ്ങുമ്പോഴാണ് അടക്കി പിടിച്ചുള്ള ഈ സംസാരമൊക്കെ സ്ത്രീ കേൾക്കുന്നത്. അത് കേട്ടപ്പോൾ അവൻ്റെ നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നി.